നമ്മൾക്കൊപ്പം മുകേഷിന്റെ അമ്മ ചേരുകയാണ്, വിജയകുമാരി. മറ്റൊരു തെരഞ്ഞെടുപ്പ് സമയം കൂടി വന്നിരിക്കുകയാണ്. മകൻ തെരഞ്ഞെടുപ്പ് ചൂടാണ്, പ്രചരണത്തിന് വേണ്ടി പുറപ്പെട്ടിരിക്കുന്നു. ഇത്തവണത്തെ പ്രതീക്ഷ എങ്ങനെയാണ് അമ്മയ്ക്ക്? എന്താ ഇപ്പോഴത്തെ ഇലക്ഷൻ പ്രചരണത്തെ പറ്റിയല്ലേ? അത് ഒരു പുതിയ മെത്തേഡാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട്. എന്ന് വെച്ചാൽ കടന്ന് വെപ്രാളം പിടിക്കണ്ട, അവർക്ക് കൊടുത്തേ ഇവർക്ക് കൊടുത്തേ വേണ്ട. നിങ്ങൾക്ക് അതാത് മണ്ഡലങ്ങളിൽ അവിടുത്തെ MLA MP എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് നോക്കണം. അത് നോക്കിക്കഴിഞ്ഞ് വല്ല വക്രയോ ബുദ്ധി പോയി മോശമോ വല്ലതും കാണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവരെ പ്രോത്സാഹിപ്പിക്കണം, നല്ല കാര്യങ്ങൾ ചെയ്യുക. എനിക്ക് വോട്ട് ചെയ്യണേ എന്നൊന്നും നമ്മൾ കിടന്ന് വെപ്രാളം പിടിക്കണ്ട. അതാത് മണ്ഡലങ്ങളിൽ എന്തെല്ലാം ചെയ്തിട്ടുണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ജനങ്ങൾ തീരുമാനിക്കും. അവരെ നിർത്തിയാ കൊള്ളാം, നല്ല കാര്യങ്ങൾ ചെയ്യുന്നയാന്ന്. അങ്ങനൊരു മെത്തേഡ് കൊണ്ടുവന്നത് വളരെ നന്നായി. മുകേഷിന്റെ ജയസാധ്യതയെ കുറിച്ച് അമ്മയ്ക്ക് എന്താണ് തോന്നുന്നത്? ലോക്സഭയിലേക്ക് മത്സരിക്കുമ്പോൾ ജയസാധ്യതയെ കുറിച്ച് എന്താണ് തോന്നുന്നത്? ഇപ്പൊ മത്സരിക്കുന്നത് അത് ഇവിടെ മുകേഷിനെ പാർട്ടി തന്നെ തീരുമാനിച്ച്. മുകേഷിന് നിൽക്കണമെന്ന് ആഗ്രഹമില്ലായിരുന്നു. സത്യം പറഞ്ഞ ഭയങ്കര ഉത്തരവാദിത്വം. അമ്മ എനിക്ക് അഭിനയിക്കാൻ പോകാനും ഒക്കുന്നില്ല. ഇത് രണ്ടും കൂടെ നമുക്ക് ശരിയാകുന്നത്. ജനങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഇന്ന് നിൽക്കത്തില്ലെന്ന് വിചാരിച്ചിട്ട് അന്നേരമാണ് ഈ രൂപം വന്നത്. പാർട്ടി അങ്ങ് തീരുമാനിച്ച് മുകേഷാണ് കൊല്ലത്തെന്ന്. പക്ഷെ ഒന്നും വേണ്ടിയില്ല. അവർക്കതൊരു ഇഷ്ടമായിട്ട് തോന്നിയിട്ടാണല്ലേ. പിന്നെ അതിന്റെ പുറകിൽ വരുന്ന എന്തെല്ലാന്ന് വെച്ചാ അതെല്ലാം സഹായിക്കാൻ തന്നെ ഞാൻ. അതുകൊണ്ട് ഞാനൊന്നും പറഞ്ഞില്ല. ഞാൻ നിൽക്കുന്നമ്മ. ഞാൻ പറഞ്ഞ നല്ല കാര്യങ്ങൾ ചെയ്യണം. അച്ഛൻ പറഞ്ഞു തന്നിട്ടുണ്ട്. പാർട്ടിയിലെ സങ്കല്പങ്ങളിലെല്ലാം നീ അച്ഛൻ വലുതാ, പക്ഷെ ശല്യക്കാരനല്ല, നല്ല കരുത്തനായ ആള് കണ്ടോ ഇരിക്കുന്നത്. ഞാനും മാഞ്ചേട്ടനുമായിട്ട് 1-2 വയസ്സിന് വിശേഷമല്ല, 16 വയസ്സിന്റെ വ്യത്യാസമാണ്. ഞാൻ ബാലനടിയായിട്ടാണ് കമ്മ്യൂണിസ്റ്റാക്കിയ നാടകത്തിൽ ചെല്ലുന്ന. എനിക്കൊന്നും അറിഞ്ഞുകൂടാ. അവിടെ നല്ല ഹാപ്പി ആയിട്ട് ഞാൻ പോയി വന്ന് അവിടെ നോക്കുന്ന എന്താ ചെല്ലുമ്പോ ഭയങ്കര സ്വീകരണം. പിന്നെ എപ്പോഴും കാറിനകത്ത് പോകാം, നല്ല ഭക്ഷണം, പിന്നെന്താ വേണം എനിക്ക്. ഒരു ഇപ്പൊ 2 തവണ മുകേഷ് MLA ആയി. ഇനി അടുത്ത തവണ MP ആയി കാണാനാണോ അമ്മ ആഗ്രഹിക്കുന്നത്? അത് പഴയ നാടകത്തിലെ കാര്യല്ലേ. അതോ രാജഗോപാലൻ നായർ പുനലൂർ അഡ്വക്കേറ്റ്, അതാണ് അന്നത്തെ KPSCയിലെ ആള്. അന്നേരം എനിക്കതൊന്നും സത്യത്തിൽ അറിഞ്ഞുകൂടാ. അങ്ങനെ മാഞ്ചേട്ടൻ സെക്രട്ടറി അവര് തെരഞ്ഞെടുത്ത് 2 സമിതികൾ ഉണ്ടാക്കിയ ഇഷ്ടംപോലെ നാടകം കളിക്കാം, പാർട്ടിക്ക് നല്ലൊരു വരുമാനമാകുമല്ലോ എന്നും പറഞ്ഞു അങ്ങനെ ഉണ്ടായതാണ്. KPSCയിൽ 7 കൊല്ലം ഞാനുണ്ടായിരുന്നു. പക്ഷെ 25-ാം വർഷം ആഘോഷിക്കുമ്പോഴും ആ കൊച്ചുകുട്ടിയായിട്ട് തന്നെ ഞാൻ എടുത്തത്. ഞാൻ അഭിനയിച്ച്. അമ്മ പ്രചരണത്തിന് ഇറങ്ങാൻ തീരുമാനിക്കുന്നുണ്ടോ? പ്രചരണത്തിന് ഇറങ്ങുമോ? പ്രചരണത്തിന് മുകേഷിന് വേണ്ടി പ്രചരണത്തിന് ഇറങ്ങുമോ? അതില്ലെന്നല്ലേ പറയുന്നത്. വല്ല വീടുകളിലും പോയി. ഞാൻ ഇപ്പം വീട്ടിൽ ഇരുന്ന് തന്നെ ഞാൻ വരുന്നിടത്ത് ഏതാ മണ്ഡലം എന്ന് ചോദിക്കും. അത് കൊല്ലം മണ്ഡലമാണ്. ഞാൻ പറഞ്ഞ് വോട്ടുണ്ട്. അന്നേരം നിങ്ങളെ പഴയ MLA അന്നേരം നൗഷാദ്, അങ്ങനെ കുറച്ച് ഭാഗങ്ങളില് ഈ ഭാഗമൊക്കെ നൗഷാദാണ്, അപ്പുറത്തെ ഭാഗമാണ് മുകേഷിന്. അന്നേരം ഈ മുൻവശമൊക്കെ ചീത്തയായി കിടക്കുന്നത് നൗഷാദിന്റെ കടമയല്ലേ അത് ചെയ്യേണ്ടത്. മുകേഷ് പറയുകയില്ല. അവന്റെ വാർഡിൽ ചെന്ന് നോക്ക്, നല്ല സുന്ദരമായ റോഡുകളും മറ്റേതും മറിച്ചതും കടപ്പുറത്തൊക്കെ. അത് അവരൊക്കെ
ആ ഇല്ല ശ്രുതി വിടത്തില്ല. അതേ ശ്രുതി വിട്ട മൂന്നാമത്തെ അറ്റാക്ക് കഴിഞ്ഞിരിക്കുക. തീർച്ചയായും ഈ കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ അമ്മയെ സംബന്ധിച്ചുണ്ടായിരുന്നു. ഇപ്പോ റെസ്റ്റിലാണ്. എന്തായാലും മോൻ വീണ്ടും തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് സജീവമാകുന്നു. അതിന്റെ സന്തോഷത്തിലാണ്. തിരക്കുകൾക്കിടയിൽ ഇനി കൂടുതൽ ഉത്തരവാദിത്തം വേണ്ട എന്ന ഒരു തീരുമാനം മുകേഷിനെ സംബന്ധിച്ചുണ്ടായിരുന്നു എന്നതാണ് അമ്മ സൂചിപ്പിക്കുന്നത്. പക്ഷേ ഇതാ രാവിലെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തേക്ക് മുകേഷ് പോയിരിക്കുകയാണ്.